ഗുഡ് മോർണിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തുള്ള 9ാമത്തെ ചാപ്റ്ററാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സർവീസ് കോസ്റ്റിംഗ് എന്നുള്ള പേരിലാണ് ഈ ഒരു ചാപ്റ്റർ അറിയപ്പെടുന്നത്. മുന്നേ സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസിന് വരുന്ന കോസ്റ്റിങ്ങിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അക്കൗണ്ടിങ് അതിൽ വന്നിട്ടുള്ള മാറ്റപ്രകാരം അതിനെ സർവീസ് കോസ്റ്റിംഗ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റുകളിൽ ഈ ചാപ്റ്ററിൻ്റെ പേര് സർവീസ് കോസ്റ്റിംഗ് എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ അതിൻ്റെ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവയുടെയൊക്കെ കോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യാറുള്ളത്, യൂണിറ്റ് കോസ്റ്റിംഗ് ചെയ്യാറുള്ളത്. ജോബ് കോസ്റ്റിംഗ് ഒക്കെ ഇത് പ്രോഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിംഗ് ചെയ്യാനാണ്. അതിൽ വരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് കോസ്റ്റിംഗ് ആയാലും ജോബ് കോസ്റ്റിംഗ് ആയാലും അതേപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് ആയാലും തുടങ്ങിയിട്ടുള്ള കോസ്റ്റിംഗ് ടെക്നിക്സുകളൊക്കെ പ്രോഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഇനി ഒരു ഫേമുകൾ, അതായത് ഈ പ്രോഡക്റ്റ് അല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. അതായത് സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ഈ സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവർ കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും ഇങ്ങനെ രണ്ട് ടേമുകളുണ്ട്. അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് എക്സാമിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ അത് ശരിക്കും ശ്രദ്ധിക്കണം. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണോ അതോ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിൽ എന്താണ് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓർ സർവീസ് കോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കവിടെ കാണാം, ദർ ആർ നമ്പർ ഓഫ് എൻ്റർപ്രൈസസ് വിച്ച് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗുഡ്സ്, ദേ ഓഫർ സർവീസസ്. അതായത് ഒരുപാട് സ്ഥാപനങ്ങൾ അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം അവിടെ സർവീസ് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സർവീസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്. ഈ ബസ് അല്ലെങ്കിൽ ട്രെയിന്, വിമാനം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളുകളാവാം കോളേജുകളാവാം, അങ്ങനെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ, അതായത് അവർ മെഡിക്കൽ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. ഇങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് ഈസ് എ വാരിയൻ്റ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു വാരിയൻ്റ് ആയിട്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റിങ്ങിന് കാണുന്നത്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾ കോസ്റ്റിംഗ് ടെക്നിക്കാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു വാരിയൻ്റ് ആണ് ഈ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ യൂണിറ്റ് കോസ്റ്റിങ്ങിനെ പോലെ തന്നെയാണ് സർവീസ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം, യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്ന ടോട്ടൽ കോസ്റ്റുകൾ നമ്മൾ ഓരോന്നായിട്ട് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണും. എന്നിട്ട് അവിടെ എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ യൂണിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണോ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്നുള്ളത് നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സർവീസ് കോസ്റ്റിങ്ങിനകത്തും ചെയ്യുന്നത്. സർവീസ് കോസ്റ്റിങ്ങിനകത്ത് നമുക്ക് എത്രയാണോ കോസ്റ്റ് വരുന്നത്, ടോട്ടൽ കോസ്റ്റ് എത്രയാണോ വരുന്നത്, ആ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കോസ്റ്റ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ കോസ്റ്റ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണോ വരുന്നത് ആ യൂണിറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചാർജ് ചെയ്യുക. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് സർവീസ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സർവീസ് കോസ്റ്റിംഗ് ഈസ് എ വാരിയൻ്റ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാര്യം. ഇവിടെ ഒരു യൂണിറ്റ് കോസ്റ്റിങ്ങും സർവീസ് കോസ്റ്റിങ്ങും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സർവീസ് റെൻഡർ ചെയ്യുക, അതിൽ വരുന്ന കോസ്റ്റിനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കാണാം, സർവീസ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അതായത് ഹോട്ടലിലായാലും
അല്ലെങ്കിൽ ക്യാൻറ്റീനിലായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായാലും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായാലും അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് എത്രയാണ് അസെർട്ടൈൻ ചെയ്യുക, ആ ഒരു കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കാണുക. എന്നിട്ട് അവിടെ നമ്മൾ ആർക്കാണോ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിന്ന് ആ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുക. അതാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമ്മൾ ഓരോ ബെഡ്, ഹോസ്പിറ്റലിൽ നമ്മൾ ബെഡിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ പെർ റൂം, ഓരോ റൂമുകൾക്കനുസരിച്ചായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ ആ റൂമിന് ഒരു കോസ്റ്റ് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ അത് അവിടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ വരുന്നത് അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എത്രയാണ് കോസ്റ്റ് വന്നത് ഓരോരുത്തർക്കും നമ്മൾ അത് ഡിവൈഡ് ചെയ്ത്. ഇനിയിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ആണ്, അവിടെ നമ്മൾ പെർ സ്റ്റുഡൻറ്റിനായിരിക്കും അവിടുത്തെ കോസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വരുന്ന കോസ്റ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ ടോട്ടൽ കാണുകയും അവിടെ നമ്മൾ ഏത് കോസ്റ്റ് യൂണിറ്റ് ആണോ യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, എങ്കിലും പറയാം. ഇപ്പോൾ സ്കൂളുകളാണെങ്കിൽ അവിടെ സ്റ്റുഡൻ്റ് ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഹോട്ടലുകളാണെങ്കിൽ അവിടെ വരുന്ന പെർ മീൽസ് അല്ലെങ്കിൽ പെർ കപ്പ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ നമുക്ക് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഒരു ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു കപ്പ് ടീക്കൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോസ്റ്റിംഗ് പ്രൊസീജിയർ യൂസ്ഡ് ഫോർ ഡിറ്റർമൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സർവീസ് റെൻഡേഡ്. ഒരു സർവീസ് റെൻഡർ ചെയ്തതിന് അതിന് ഒരു യൂണിറ്റിന് എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് അത് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർവീസ് റെൻഡർ ചെയ്ത് ആ ഒരു സർവീസ് റെൻഡർ ചെയ്ത് ആർക്കാണോ, നമുക്കൊരു സ്കൂളുകളാണെങ്കിൽ അവിടെ സ്റ്റുഡൻസിനായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ സർവീസ് റെൻഡർ ചെയ്യുക. ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പേഷ്യൻസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇനി ഹോട്ടലിലാണെങ്കിൽ നമ്മളവിടെ കസ്റ്റമേഴ്സിനായിരിക്കും സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ സർവീസ് റെൻഡർ ചെയ്തതിന് എത്രയാണോ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടെത്തുകയും ആ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ അവിടെ വരുന്ന ആർക്കാണോ നമ്മൾ സർവീസ് റെൻഡർ ചെയ്ത അവരുടെ ആ ഒരു യൂണിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പെർ യൂണിറ്റിന് എത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു വെൽഡൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇസ് എ യൂണിറ്റ് കോസ്റ്റിംഗ് ആസ് അപ്ലൈഡ് ടു ദി കോസ്റ്റിംഗ് ഓഫ് സർവീസസ്. യൂണിറ്റ് കോസ്റ്റിംഗ് തന്നെയാണ് അത് സർവീസ് റെൻഡർ ചെയ്യുന്നിടത്ത് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് വെൽഡൻ്റെ ഒരു ഡെഫിനിഷനാണ്. വെൽഡൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സർവീസ് റെൻഡർ ചെയ്യുന്നിടത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്, ഫങ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ 3 പേരുകൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്, ഫങ്ഷൻ കോസ്റ്റിംഗ്, ഇങ്ങനെ 3 പേരുകളിലായിട്ട് ഇതിനറിയപ്പെടാറുണ്ട്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ എന്താണെന്ന് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് ആണ്. സർവീസ് കോസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കൺസേൺസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ്. സർവീസ് റെൻഡർ ചെയ്യുന്ന കൺസേൺസ് അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന എൻ്റർപ്രൈസസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളാണല്ലോ, ഒരു സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഈ സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് റിസംബിൾസ് ടു യൂണിറ്റ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ് കോസ്റ്റിങ്ങുമായിട്ട് എന്ത് ചെയ്ത് ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിങ്ങിനെ പോലെ തന്നെയാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, സർവീസ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഫിക്സ്ഡ് കോസ്റ്റുകളും അതേപോലെ തന്നെ വാരിയബിൾ കോസ്റ്റുകളും. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഒരു മാറ്റവും വരാത്തതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുക. ഔട്ട്പുട്ടിൻ്റെ ചേഞ്ചിനനുസരിച്ച് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ 2 കോസ്റ്റുകളും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ നടത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആയാലും ഒരു ഹോസ്പിറ്റലായാലും സ്കൂളായാലും ക്യാൻറ്റീൻ ആയാലും അവിടെ ഒരുപാട് ഫിക്സ്ഡ് കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ ഒരുപാട് വാരിയബിൾ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഫിക്സ്ഡ് കോസ്റ്റിനെയും വാരിയബിൾ കോസ്റ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ നടത്തുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും എങ്ങനെയാണ് അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ നടത്തുക, അതെന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ അങ്ങനെ ഡിസ്റ്റിങ്ഷൻ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയാം.
നെക്സ്റ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ജനറലി ഹയർ. നമുക്കറിയാം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്ന സമയം അതിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ വാരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും വരിക. അതായത് ഈ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നിടത്ത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും വാരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് വരും. പക്ഷേ നമ്മൾ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഗുഡ്സ് അതിൻ്റെ ഫാക്ടറിക്കകത്തൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഫിക്സ്ഡ് കോസ്റ്റിനേക്കാൾ കൂടുതൽ വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും വരും. പക്ഷേ സർവീസ് റെൻഡർ ചെയ്യുന്നിടത്ത് കൂടുതലായിട്ട് ഫിക്സ്ഡ് കോസ്റ്റുകളായിരിക്കും വരിക. നമുക്ക് തന്നെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫിക്സ്ഡ് കോസ്റ്റുകളായിരിക്കും കൂടുതലായിട്ട് വരിക. കാരണം അവിടെ സർവീസ് റെൻഡർ ചെയ്യുന്നത് വളരെ കുറച്ച് ചെറിയ എമൗണ്ട് മാത്രമേ വരുള്ളൂ. അത് വാരിയബിൾ അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പേഷ്യൻസ് വരുന്നത് അവർക്ക് കൊടുക്കുന്ന ചാർജസ് വളരെ കുറവായിരിക്കും. പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ് കാര്യങ്ങൾ അതിന് വരുന്ന റെൻറ്റ്, അതേപോലെ തന്നെ അവിടുത്തെ ലൈസൻസ് ഫീ, അതേപോലെ തന്നെ അതിൻ്റെ ഒരുപാട് പിന്നെ അതിന് വരുന്ന മറ്റു ചാർജസ് അതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റുകളായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ സ്കൂളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കൂളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ലൈസൻസ് ഫീ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ അതിന് വരുന്ന കുറേ ചാർജസ് ഉണ്ടായിരിക്കും. ആ ഒരു ചാർജസ് ഒക്കെ ആയിരിക്കും അവിടുത്തെ സ്റ്റുഡൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കോസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് സ്കൂളിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി ചാർജസ് അതുപോലെയുള്ള ഒരുപാട് ഫിക്സ്ഡ് ചാർജസ് ഉണ്ടായിരിക്കും. ഈ ഫിക്സ്ഡ് ചാർജസ് ആയിരിക്കും ഇവിടെ വാരിയബിൾ ചാർജസിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ വാരിയബിൾ എക്സ്പെൻസിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഫിക്സ്ഡ് ചാർജസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. നെക്സ്റ്റ് ദ കോസ്റ്റ് യൂണിറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് കോസ്റ്റിങ്ങിനകത്ത് ടോട്ടൽ സർവീസിന് നമ്മൾ അല്ലെങ്കിൽ ടോട്ടൽ സർവീസ് റെൻഡർ ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ടോട്ടൽ എമൗണ്ട് കണ്ടെത്തും. ആ എമൗണ്ട് കണ്ടെത്തിയതിന് ശേഷം പെർ യൂണിറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പെർ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളുകളാണെങ്കിൽ നമ്മൾ പെർ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക പെർ സ്റ്റുഡൻറ്റ് വെച്ചിട്ടായിരിക്കും. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പേരിലായിരിക്കും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇനി ഹോസ്പിറ്റലുകളാണെങ്കിൽ പെർ റൂം അല്ലെങ്കിൽ പെർ പേഷ്യൻറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആരെ വെച്ചിട്ടാണോ ഈ ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആണെങ്കിൽ അവിടെ നമ്മൾ അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്നത് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്ററിന് ഇത്ര രൂപ എന്നുള്ളത്, അല്ലെങ്കിൽ പെർ പാസഞ്ചറിന് ഇത്ര രൂപ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് ഇത്ര, ഒരു ഗുഡ്സ് ഒരു കിലോമീറ്റർ കൊണ്ടുപോകുന്നത് ഇത്ര രൂപ എന്നുള്ളത് രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ചാർജ് ചെയ്യുക. ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. അത് രണ്ട് രീതിയിലാണ്. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. എങ്കിൽ സിമ്പിളായിട്ട് പറയാം, കോസ്റ്റ് യൂണിറ്റ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ കോളേജുകളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കോളേജുകൾ എടുത്തു, അവിടുത്തെ ടോട്ടൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടു, അതിനെ ഡിവൈഡ് ചെയ്യുന്നത് പെർ സ്റ്റുഡൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒറ്റ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് പെർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതാണ് അല്ലെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇനി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വരുന്ന കോസ്റ്റ്. അപ്പോൾ നമുക്കവിടെ നോക്കാം, ഒരു പാസഞ്ചർ അതൊരു യൂണിറ്റ് വന്നു, അതേപോലെ തന്നെ 1 കിലോമീറ്റർ അത് മറ്റൊരു യൂണിറ്റ് വന്നു. അങ്ങനെ ഒന്നിനേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദർ ഈസ് നോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓർ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും സർവീസ് കോസ്റ്റിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്കെന്നെ അറിയാം, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അവിടെ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അതേപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നിടത്ത് നമുക്ക് എന്തുണ്ടാവില്ല, ഓപ്പണിംഗ് സ്റ്റോക്കുകളോ ക്ലോസിംഗ് സ്റ്റോക്കുകളോ ഉണ്ടായിരിക്കില്ല. സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സ്കൂളുകൾ നോക്കാം, ഹോസ്പിറ്റലുകൾ നോക്കാം. ഒരു സർവീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പകുതിക്ക് വെച്ച് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ അത് പകുതിക്ക് വെച്ച് നമുക്ക് നിർത്തി വെക്കാൻ പറ്റില്ല. ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഓപ്പണിംഗ് സ്റ്റോക്കുകളും ക്ലോസിംഗ് സ്റ്റോക്കുകളും ഉണ്ടായിരിക്കില്ല. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ സർവീസ് കോസ്റ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കുകളോ ഉണ്ടായിരിക്കില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സർവീസ് കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ്. നമ്മൾ നേരത്തെ യൂണിറ്റ് കോസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോബ് കോസ്റ്റിന് വേണ്ടിയിട്ട് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോസസ് കോസ്റ്റിങ്ങിന് വേണ്ടി പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ സർവീസ് കോസ്റ്റിംഗ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ സർവീസിൽ വരുന്ന കോസ്റ്റുകൾ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റിനെയാണ് നമ്മൾ
ഇവിടെ സർവീസ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ യൂണിഫോം സർവീസസ് ആർ റെൻറ്റഡ് ടു ഓൾ കസ്റ്റമേഴ്സ്. എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരേ രൂപത്തിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്കൂളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്കൂളിനകത്ത് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ള സർവീസാണ്, അല്ലെങ്കിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സർവീസാണ് റെൻഡർ ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ മെഡിക്കൽ സർവീസസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോട്ടൽസ് ക്യാൻറ്റീൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഫുഡായിരിക്കും സെർവ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം, ഒരു ഒരേ രൂപത്തിലുള്ള സർവീസ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെ സർവീസ് കോസ്റ്റിംഗ് ചെയ്യുക. അതേപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റിസംബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ഡിസ്റ്റിങ്ഷൻ നടത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്, സർവീസ് കോസ്റ്റിംഗ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ അളവായിരിക്കും, അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. കോസ്റ്റ് യൂണിറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട് ആയിട്ടുള്ളതും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റുകളും വരുന്നുണ്ട്. അത് നമ്മളൊന്നും കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് അതേപോലെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ദർ ഈസ് നോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. അവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടായിരിക്കില്ല. ദെൻ സർവീസ് കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. ഇവിടെ നമ്മൾ സർവീസ് കോസ്റ്റ് ഷീറ്റാണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് കാണാനും യൂണിറ്റ് കോസ്റ്റ് കാണാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂണിഫോം സർവീസ് ആർ റെൻഡേഡ് ടു ഓൾ കസ്റ്റമേഴ്സ്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ രൂപത്തിലുള്ള സർവീസാണ് നമ്മൾ റെൻഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ് ആരൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് കാണാം സർവീസ് കോസ്റ്റിംഗ് ഈസ് അഡോപ്റ്റഡ് ബൈ ദോസ് ഓർഗനൈസേഷൻ വിച്ച് റെൻഡർ സർവീസ്. ആരൊക്കെയാണോ സർവീസ് റെൻഡർ ചെയ്തത് അവരൊക്കെയാണ്, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസൊക്കെയാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സർവീസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനോ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏജൻസീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അണ്ടർടേക്കിങ്സ് ആണ് സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹോട്ടൽസ് ക്യാൻറ്റീൻസ് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹോട്ടൽസിൽ ഇവിടെ ലോഡ്ജ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതിനകത്ത് ഹോട്ടൽസിനകത്ത് തന്നെ റൂമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ലോഡ്ജ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതാണ് ഹോട്ടൽസ് ക്യാൻറ്റീൻസ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യം. ആൻഡ് ഹോസ്പിറ്റൽസ് ആവും മെഡിക്കൽ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കമ്പനീസ് അവർ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് കമ്പനീസ് അവർ ഗ്യാസ് എന്ന് പറയുന്ന സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ടർ സപ്ലൈ കൺസേൺസ്, വാട്ടറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അവരാണ് എന്ത് ചെയ്യുക, ഈ ഒരു സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് ആണ്. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്താൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സർവീസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് അത് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. രണ്ടാമത്, ടു പ്രൊവൈഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ കറക്റ്റ് പ്രൈസ് ഫിക്സേഷൻ. പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പറയാം, കോളേജുകളിൽ ഒരു സ്റ്റുഡൻറ്റിന് അവർക്ക് എത്ര ഫീ ചാർജ് ചെയ്യണം എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ കോസ്റ്റ് കണ്ട് ഒരു പെർ സ്റ്റുഡൻറ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ സ്റ്റുഡൻറ്റിനും വരുന്ന കോസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ രൂപത്തിൽ പെർ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് യൂണിറ്റിനും എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോട്ടലുകൾ അതേപോലെ ക്യാൻറ്റീൻ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു രോഗിക്ക് എത്ര അവിടെ ആ ഒരു രോഗിക്ക് എത്ര പെർ ബെഡിന് നമ്മൾ ചാർജ് ചെയ്യണം. അതേപോലെ തന്നെ പെർ മീലിന്, അത് ഹോട്ടലുകളിലാകുമ്പോൾ പെർ മീൽ ഒരു ഭക്ഷണത്തിന് എത്ര ചാർജ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പം അവിടെ ഒരു സ്റ്റുഡൻറ്റിന് എത്ര ചാർജ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ആകുമ്പം അവിടെ വാട്ട്സുകൾക്കായിരിക്കും, അതായത് ഇലക്ട്രിസിറ്റി നമ്മൾ കിലോ വാട്ട്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു കിലോ വാട്ട്സിന് എത്ര അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണേണ്ടി വരും.
സർവീസ് കോസ്റ്റിംഗ് നടത്തിയിട്ട് ഒരു പെർ യൂണിറ്റിന് വരുന്ന കോസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രൈസ് ഫിക്സേഷൻ തന്നെ ഒരു വലിയൊരു ഡിസിഷനായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ തുടങ്ങിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് സഹായിക്കണം നമുക്ക് സർവീസ് കോസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ, ഈ ഒരു സർവീസിനകത്ത് വരുന്ന റെൻഡർ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷനകത്ത് അവർക്ക് ഒരുപാട് കോസ്റ്റുകളുണ്ടായി. ഈ കോസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നെക്സ്റ്റ് ടു എലിമിനേറ്റ് വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എവിടെയൊക്കെയാണ് കോസ്റ്റ് വരുന്നതെന്ന് റെക്കോർഡ് ചെയ്യും, അതിൻ്റെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും വേസ്റ്റേജ് വരുന്നുണ്ടോ, അതേപോലെ തന്നെ ഓവറായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഡിസിഷനിൽ ചേഞ്ചസ് വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് കോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ടു മെഷർ എഫിഷ്യൻസി ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസി അടക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്ത സമയത്ത് എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എഫിഷ്യൻസി ഇവിടെ അളക്കുന്നത് കോസ്റ്റ് നമുക്ക് അവിടുത്തെ വേസ്റ്റേജസ് കുറച്ച് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റേജ് ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സർവീസ് കോസ്റ്റിംഗ് ചെയ്യുക. അതായത് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ് ആദ്യം കോസ്റ്റ് എത്രത്തോളം ഉണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട്, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിയിട്ട്, അത് ലാസ്റ്റ് എഫിഷ്യൻസി ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു, സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവരുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻ്റർപ്രൈസസ് അവരുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും പെർ യൂണിറ്റ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില സ്ഥാപനങ്ങൾ അവിടെ ഓരോ ആക്ടിവിറ്റിക്കായിരിക്കും എന്ത് ചെയ്യുക, അവരുടെ കോസ്റ്റിംഗ് നടത്തുന്നത്. അല്ലെങ്കിൽ പെർ ഓപ്പറേഷനോ ഓരോ ഓപ്പറേഷനായിരിക്കും അവർ കോസ്റ്റിംഗ് നടത്തുന്നത്. അങ്ങനെ പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ആണ് സക്സസീവായിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കരുതുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പിന്നെ കോസ്റ്റിംഗ് നടത്തുന്ന ഓരോ ഓപ്പറേഷനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റിംഗ് നടത്താറുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് സക്സസീവായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആക്ടിവിറ്റീസിന് ശേഷമാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യും, അവിടെ കോസ്റ്റിംഗ് നടത്തും. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് നടത്തുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കോസ്റ്റിംഗ് നടത്തുന്നതിനാണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഓപ്പറേഷൻ ഓരോ സിംഗിൾ ഓപ്പറേഷന് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓപ്പറേഷന് ശേഷമാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഓരോ ഓപ്പറേഷനും ആയിരിക്കും എന്ത് ചെയ്യുക, അവർ കോസ്റ്റിംഗ് നടത്തുക. അങ്ങനെ ഓപ്പറേഷൻ കോസ്റ്റിംഗ് നടത്തുന്ന അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ കോസ്റ്റിംഗ് നടത്തുക. അങ്ങനെയുള്ള കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് നമ്മളിത് പറയുക ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സർവീസ് കോസ്റ്റ് യൂണിറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് യൂണിറ്റ് സിമ്പിളും ഉണ്ട് അതേപോലെ തന്നെ കോമ്പൗണ്ടും ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് കോസ്റ്റ് യൂണിറ്റ് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ് ഫോർ ഡിഫറെൻറ്റ് സർവീസ്. ഓരോ സർവീസിനും അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഹോട്ടലിനാകുമ്പം അവിടെ പെർ മീൽസ് ആയിരിക്കും, സ്കൂളുകൾക്കാകുമ്പോൾ അവിടെ സ്റ്റുഡൻസ് ആയിരിക്കും. അങ്ങനെ ഓരോ സർവീസുകൾക്കും അവിടെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിളാണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടോട്ടൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്തതിന് ശേഷം ഇത് ആരുടെ മുകളിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അവരെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളുകളാകുമ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും, അതേപോലെ തന്നെ ഹോട്ടലുകളാകുമ്പോൾ അവിടെ പെർ മീൽസ് ഓരോ ഭക്ഷണത്തിനായിരിക്കും,
ഹോസ്പിറ്റലുകളാകുമ്പോൾ പെർ റൂംസ് അല്ലെങ്കിൽ പെർ ബെഡൊക്കെ ആയിരിക്കും. ഇങ്ങനെ ആരുടെ മേലിലാണോ ഇത് യൂണിറ്റുകളായിട്ട് ചാർജ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക. ഈ കോസ്റ്റ് യൂണിറ്റ് രണ്ട് രീതിയിലുണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും അതേപോലെ തന്നെ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റും. ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോസ്റ്റ് യൂണിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് നോക്കാം. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോസ്റ്റ് യൂണിറ്റാണ്. സിംഗിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളവിടെ പിന്നെ യൂണിറ്റ് കാണുന്ന സമയത്ത് സിംഗിളായിട്ടുള്ള ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ കോളേജുകൾക്കൊക്കെ അല്ലെങ്കിൽ സ്കൂളുകൾക്കൊക്കെ അവിടുത്തെ കോസ്റ്റ് യൂണിറ്റായിട്ട് കാണുമ്പോൾ ഒരു സിംഗിൾ ഐറ്റം പെർ സ്റ്റുഡൻറ്റിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കോസ്റ്റ് ചാർജ് ചെയ്യുക. ഒരു സ്റ്റുഡൻറ്റിന് ഇത്ര കോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. അപ്പോൾ അവിടെ സിംഗിൾ യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇനി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മോർ ദാൻ വൺ യൂണിറ്റ് ഉണ്ടായിരിക്കും, ഒന്നിലധികം യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ എടുക്കുമ്പം ഒരു വ്യക്തി, ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ പിന്നെ യാത്ര ചെയ്യുന്നതിന് വരുന്ന ചാർജ്. അപ്പോൾ അവിടെ പെർ പാസഞ്ചർ വന്നിട്ടുണ്ട്, ഒരു പാസഞ്ചർ വന്നിട്ടുണ്ട്, അതൊരു യൂണിറ്റായി. ആൻഡ് പെർ കിലോമീറ്റർ, 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനുള്ള ചാർജ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നിലധികം യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു പിന്നെ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ, ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് ട്രാൻസ്പോർട്ടേഷന് മാത്രമാണ് നമുക്കത് പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളത്. തിയറി എല്ലാത്തിൻ്റെയും പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അണ്ടർടേക്കിങ്സിൻ്റെ കോസ്റ്റിംഗ് മാത്രമേ നമുക്ക് പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ വെച്ചിട്ട് തന്നെ പറയാം. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ നമ്മൾ ഒരു പാസഞ്ചറിൻ്റെ ആണ് അല്ലെങ്കിൽ ഒരു പാസഞ്ചറിന് വരുന്ന കോസ്റ്റാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റാണ്. അവിടെ നമ്മൾ പെർ പാസഞ്ചർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു ഏരിയ പറയാം, നമുക്ക് നിലമ്പൂർ ടു കോഴിക്കോട് വരെ. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വരെ നമ്മൾ പിന്നെ അവിടുത്തെ കോസ്റ്റ് കാണുകയാണെങ്കിൽ അപ്പോൾ അവിടെ വന്നിട്ടുള്ള കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യും. അതിൽ 100 ആളുകളാണ് ആ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തതെങ്കിൽ നമ്മൾ പെർ പാസഞ്ചർ കാണുകയാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, ടോട്ടൽ കോസ്റ്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. അവിടെ നമ്മൾ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പെർ പാസഞ്ചർ, ഒരു പാസഞ്ചർക്ക് വരുന്ന കോസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ അതേ സമയത്ത് തന്നെ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ ചെയ്യുകയാണ്. പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ യാത്ര ചെയ്യും. നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വരെ പോകുന്നതിൽ ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ യാത്ര ചെയ്യും. അപ്പോൾ അവിടെ 2 യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. പെർ പാസഞ്ചർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പെർ കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായിട്ട് മാറി, കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് മാറി. അപ്പോൾ കോസ്റ്റ് യൂണിറ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും അതേപോലെ തന്നെ കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പെർ സ്റ്റുഡൻറ്റ്, പെർ പാസഞ്ചർ, പെർ കിലോമീറ്റർ അങ്ങനെ പറയുന്ന ഓരോ സിമ്പിൾ ആയിട്ടുള്ള ഓരോ യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ അവിടെ പെർ കിലോമീറ്റർ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെർ കിലോഗ്രാം പെർ കിലോമീറ്റർ ഉണ്ടായിരിക്കും. അതായത് 1 കിലോഗ്രാം 1 കിലോമീറ്റർ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പെർ ടൺ പെർ കിലോമീറ്റർ, അതായത് 1 ടണ്ണ് 1 കിലോമീറ്റർ കൊണ്ടുപോകുന്നത്. അതവിടെ എന്ത്, ഒന്നിലധികം യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൻ്റെ എക്സാമ്പിളാണ്. അവിടെ അണ്ടർടേക്കിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർടേക്കിങ്സിന് ഒരു സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന കോസ്റ്റ് യൂണിറ്റുകൾ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ പാസഞ്ചറുടെ എടുക്കുകയാണ്. ഓക്കെ, പാസഞ്ചറുടെ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വരുന്നതാണ് പെർ പാസഞ്ചർ. ഒരു പാസഞ്ചറിന് വരുന്ന കോസ്റ്റാണ് നമ്മളവിടെ കാണുന്നതെങ്കിൽ അതെന്താണ്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റാണ്. അല്ലെങ്കിൽ പെർ കിലോമീറ്റർ, 1 കിലോമീറ്ററിന് വന്നിട്ടുള്ള കോസ്റ്റാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതൊക്കെ എന്താണ്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റുകളാണ്. ഒരു പിന്നെ പാസഞ്ചർ യാത്ര ചെയ്യാൻ അയാൾക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ പെർ കിലോമീറ്റർ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, ഇങ്ങനെ കാണുന്നത് സിമ്പിൾ കോസ്റ്റ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സിൻ്റെ കേസിലാകുമ്പോൾ പെർ ടൺ, ഒരു ടൺ അത് വെയിറ്റിൻ്റെ അളവാണ് ടൺ എന്ന് പറയുന്നത്. 1 ടണ്ണിന് വരുന്ന ചാർജ് എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ പെർ കിൻഡൽ, 1 കിൻഡലിന് വരുന്ന ചാർജ് എത്രയാണ്, അല്ലെങ്കിൽ പെർ കിലോമീറ്റർ 1 കിലോമീറ്റർ ആ ഒരു സാധനം, ആ ഒരു പിന്നെ ഗുഡ്സ് കൊണ്ടുപോകാനുള്ള ചാർജ് എത്രയാണ്. അങ്ങനെ ഒരു യൂണിറ്റിൽ മാത്രം കാണുന്ന ഇതിനൊക്കെയാണ് നമ്മൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് വരെ. ഇനി സ്കൂളുകൾ കോളേജുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ പെർ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന ചാർജ് എത്രയാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലാകുമ്പോൾ പെർ ബെഡ്, ഒരു ബെഡിന് വരുന്ന ചാർജ് എത്രയാണ്. ഇനിയിപ്പോൾ പെർ പേഷ്യൻ്റ് എടുത്താലും അതെന്താണ്, അതൊക്കെ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റാണ്. ഇനി ഹോട്ടൽ ഓർ ക്യാൻറ്റീൻ, ഹോട്ടലുകൾ ക്യാൻറ്റീനൊക്കെ ആകുമ്പോൾ പെർ കപ്പ്, ഒരു കപ്പിന് വരുന്ന അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ടീക്ക് വരുന്ന ചാർജ് എത്രയാണ്.
അല്ലെങ്കിൽ പെർ മീൽ ഒരു ഭക്ഷണത്തിന് വരുന്ന ചാർജ് ഇത്രയും. ഇങ്ങനെ പിന്നെ ഓരോ യൂണിറ്റുകൾ മാത്രം വരുന്ന ഇതിനെയാണ് നമ്മളെന്ത് പറയുക, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റിന് അവിടെ എക്സാമ്പിൾ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കേസിൽ പാസഞ്ചർ ആകുമ്പോൾ പെർ പാസഞ്ചർ കിലോമീറ്റർ, ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒന്നിലധികം യൂണിറ്റിന്, ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ. അപ്പോൾ അവിടെ പെർ പാസഞ്ചർ ഒരു യൂണിറ്റ് വന്നു, പെർ കിലോമീറ്റർ പകരം മറ്റൊരു യൂണിറ്റ് വന്നു. അതെന്തായിട്ട് മാറി, കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് മാറി. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ പെർ കിലോമീറ്റർ, ഒരു ടൺ 1 കിലോമീറ്റർ കൊണ്ടുപോകാനുള്ള ചാർജ്, അതിനെയാണ് നമ്മളെന്ത് പറയുക, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക. അവിടെ എന്ത് വന്നു, പെർ ടൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വന്നു. അതേപോലെ തന്നെ പെർ കിലോമീറ്റർ, 1 കിലോമീറ്റർ കൊണ്ടുപോകാൻ അവിടെ 2 യൂണിറ്റുകൾ വന്നു. അതേപോലെ ഹോസ്പിറ്റലുകളാകുന്ന സമയത്ത് പെർ ബെഡ് പെർ ഡേ, ഒരു ബെഡിന് ഒരു ദിവസം വരുന്ന ചാർജ്. അപ്പം പെർ ബെഡ് എന്നുള്ളത് ഒരു യൂണിറ്റ് വന്നു, പെർ ഡേ എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ് വന്നു. അപ്പോൾ ഒന്നിലധികം യൂണിറ്റ് വന്നു. അപ്പോൾ അതെന്തായിട്ട് മാറി, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റായി. ഹോട്ടലിൻ്റെ കേസിൽ അല്ലെങ്കിൽ ലോഡ്ജിൻ്റെ കേസിൽ പെർ റൂം പെർ ഡേ, ഒരു റൂമിന് ഒരു ദിവസം വരുന്ന ചാർജ്. അങ്ങനെ ഒന്നിലധികം യൂണിറ്റ് വന്നു. അതിൻ്റെ തിയേറ്ററുകളൊക്കെ ആകുമ്പോൾ പെർ സീറ്റ് പെർ ഷോ, ഒരു ഷോക്ക് ഒരു സീറ്റിന് വരുന്ന കോസ്റ്റ്. അങ്ങനെ ഒന്നിലധികം യൂണിറ്റുകൾ വരികയാണെങ്കിൽ അതെന്തായിട്ട് മാറി, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റായിട്ട് മാറി. ഇനി ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, ആദ്യം പറഞ്ഞു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മുമ്പേ ഉപയോഗിച്ചിരുന്ന ടേമാണ്. ഇപ്പോൾ അതിനെ വിളിക്കുന്ന പേര് സർവീസ് കോസ്റ്റിംഗ് എന്നാണ്. അതായത് ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടും, സർവീസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള അണ്ടർടേക്കിങ്സ് അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അത് അപ്ലിക്കേഷൻസ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്, ആരൊക്കെയാണ് സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു. ദെൻ ഒബ്ജക്റ്റീവ്സ്, സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗും ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്ന് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു. ദെൻ സർവീസ് കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ 2 തരത്തിലുണ്ട് തോന്നുന്നു, സിമ്പിൾ ആയിട്ടുള്ളതും ഒന്നും, അതേപോലെ തന്നെ കോമ്പൗണ്ട് ആയിട്ടുള്ളതും. അതിന് എക്സാമ്പിൾസുമാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.